പെൺകുട്ടികൾക്ക് സ്വന്തം വീട്ടിലും സ്കൂളിലും പൊതുസ്ഥലത്തും സുരക്ഷയില്ലാത്ത നാടാണിത്. സംരക്ഷണം കൊടുക്കേണ്ടവരിൽ നിന്ന് പോലും ലൈംഗിക ചൂഷണത്തിന് ഇരകളാകുന്ന അവസ്ഥ. പിന്നീട് പരാതിയുമായി പോലീസിനെ സമീപിച്ചാലോ അവിടെയും നീതി നിഷേധം. എന്നാൽ നമ്മുടെ നീതിപീഠമാണ് ചൂഷണത്തിന് ഇരകളാകുന്ന സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ആശ്രയ കേന്ദ്രം. കണ്ണൂർ പാലത്തായിയിൽ 9 വയസ്സുകാരിയെ അധ്യാപകൻ പീഡിപ്പിച്ച കേസ് പോലീസ് ഉന്നതരിടപെട്ട് അട്ടിമറിക്കാൻ ശ്രമിച്ചതാണ്. നീതി തേടിയ ആ കുരുന്നിൻ്റെ കുടുംബത്തിന് നിയമ പോരാട്ടം നടത്തേണ്ടി വന്നത് 5 വർഷത്തോളം. 4ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ ഒടുവിൽ അവൾക്ക് നീതി കിട്ടിയിരിക്കുന്നു. സ്കൂളിലെ അധ്യാപകനും BJP നേതാവുമായ കുനിയിൽ പത്മരാജൻ കുറ്റക്കാരനെന്നാണ് വിധി. കേസിൽ പ്രതിക്കുള്ള ശിക്ഷ എന്തായിരിക്കും? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കണ്ണൂർ പാലത്തായിയിൽ 9 വയസ്സുകാരിയെ അധ്യാപകൻ പീഡിപ്പിച്ച കേസ് ഏറെ കോളിളക്കം സൃഷ്ടിച്ചതാണ്. 2020 ജനുവരിക്കും ഫെബ്രുവരിക്കും ഇടയിൽ BJP നേതാവ് കൂടിയായ അധ്യാപകൻ കുനിയിൽ പത്മരാജൻ സ്കൂളിലെ ടോയ്ലറ്റിൽ കൊണ്ടുപോയി 3 തവണയാണ് പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തത്. പിന്നീട് മാർച്ചിൽ 4ാം ക്ലാസ്സുകാരിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകുന്നു. ആദ്യം പോലീസ് അന്വേഷിച്ച കേസിൽ പല അട്ടിമറി ശ്രമങ്ങളും നടന്നു. അതോടെ കേസ് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് എത്തി. സംഭവം നടന്ന് 5 വർഷത്തിന് ശേഷം കേസിൽ കോടതി വിധി പറഞ്ഞിരിക്കുന്നു. പാലത്തായി പീഡന കേസിൽ പ്രതി കുനിയിൽ പത്മരാജൻ കുറ്റക്കാരനെന്നാണ് തലശ്ശേരി പോക്സോ അതിവേഗ കോടതിയുടെ വിധി. ശിക്ഷ ശനിയാഴ്ച പ്രഖ്യാപിക്കും. പാനൂർ പാലത്തായിയിൽ 9 വയസ്സുകാരി പീഡനത്തിനിരയായി എന്നത് ആദ്യം ചൈൽഡ് ലൈനാണ് അറിഞ്ഞത്. പിന്നീട് പരാതി പോലീസിന് കൈമാറി. 2020 മാർച്ച് 17 പരാതിയിൽ പോലീസ് കേസെടുത്തു. പൊയിലൂർ വിളക്കാട്ടൂരിൽ നിന്ന് ഏപ്രിൽ 15 പ്രതിയെ അറസ്റ്റ് ചെയ്തു. അന്വേഷണത്തിനിടെ പരാതിയിൽ പോക്സോ വകുപ്പ് നിലനിൽക്കില്ല എന്ന അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ വിവാദമായിരുന്നു. പെൺകുട്ടിയുടെ മാതാവിന്റെ ആവശ്യപ്രകാരം 2020 ഏപ്രിൽ 24 സംസ്ഥാന പോലീസ് മേധാവി അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. 2020 ജനുവരിക്കും ഫെബ്രുവരിക്കും ഇടയിൽ സ്കൂളിലെ ശൗചാലയത്തിൽ കൊണ്ടുപോയി 3 തവണ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നായിരുന്നു കേസ്. അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിൽ തെളിവായി സ്കൂൾ ശുചിമുറിയിൽ നിന്ന് രക്തക്കറ കണ്ടെത്തി. അതായത് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങളുടെ കൂടെ നിയമവും ജുഡീഷ്യറിയും അവരുടെ കൂടെയുണ്ട് എന്നും അവരുടെ ഒരു കാര്യത്തിലും ഇടപെടരുത് എന്നുള്ള ശക്തമായ ഒരു മെസ്സേജാണ് ഇന്നത്തെ ഈ ഒരു വിധിയോടുകൂടി നമുക്ക് ലഭിക്കുന്നത്. ഈ കേസിൽ വിക്ടിമാണ് വെറും ഒരു 10 വയസ്സുകാരി പെൺകുട്ടിയാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് അന്വേഷണത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അന്നത്തെ പ്രോസിക്യൂഷൻ കൃത്യമായ രീതിയിൽ ഈ ഒരു കേസിൽ ഇടപെടുകയും നല്ല രീതിയിലുള്ള അന്വേഷണം നടത്തുകയും പോക്സോ ആക്ട് പ്രകാരമുള്ള അന്തിമ റിപ്പോർട്ട് കോടതിയിൽ വരികയും അതിന് കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബുദ്ധിമുട്ട് ആ കുഞ്ഞിനെ സഹിച്ചിട്ടുണ്ട്. അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ നീതിയാണ് ഇത് എന്നാണ് ഈ ഒരു ജഡ്ജ്മെന്റിനെ പറ്റി പറയാനുള്ളത്. 2020 ജൂലൈ 14 ജുവനൈൽ ജസ്റ്റിസ് ആക്ടിലെ 75, 82 വകുപ്പുകൾ ചുമത്തി ക്രൈംബ്രാഞ്ച് ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടർ മധുസൂദനൻ നായർ ഇടക്കാല കുറ്റപത്രം സമർപ്പിച്ചു. 3 മാസത്തിന് ശേഷം പ്രതിക്ക് ജാമ്യം ലഭിച്ചു. അന്വേഷണം സംബന്ധിച്ച ക്രൈംബ്രാഞ്ച് IG-യുടെ ഫോൺ സംഭാഷണം വിവാദമായി. കോസ്റ്റൽ ADGP EJ ജയരാജൻ, DYSP രത്നകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സംഘം അന്വേഷണം നടത്തി. 2021 മെയ്യിൽ പോക്സോ വകുപ്പുകൾ ചുമത്തി അന്തിമ കുറ്റപത്രം സമർപ്പിച്ചു. 2024 ഫെബ്രുവരി 28 കേസിന്റെ വിചാരണ പോക്സോ കോടതിയിൽ ആരംഭിച്ചത്. ജഡ്ജി TT ജോർജ് വിദ്യാർത്ഥിനി ഉൾപ്പെടെ 12 സാക്ഷികളെ വിസ്തരിച്ചു. ജഡ്ജി TT ജോർജ് മാറിയപ്പോൾ ജഡ്ജി B ശ്രീജ മുമ്പാകെ വിചാരണ തുടർന്നു. കുട്ടിയുടെ സുഹൃത്തായ വിദ്യാർത്ഥി, 4 അധ്യാപകർ ഉൾപ്പെടെ 40 സാക്ഷികളെ പ്രോസിക്യൂഷൻ വിസ്തരിച്ചു. പ്രതിഭാഗം 3 സാക്ഷികളെ വിസ്തരിച്ചു. വാദം പൂർത്തിയായി വിധി പറയാനിരിക്കെ ജഡ്ജി മാറി. പിന്നീട് ജഡ്ജി ജലജറാണി മുൻപാകെ വീണ്ടും വാദം നടത്തി വിധി പറയാൻ മാറ്റുകയായിരുന്നു. BJP തൃപ്രങ്ങോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കടവത്തൂർ മുണ്ടത്തോട്ടെ കുറുങ്ങാട്ട് ഹൗസിൽ
കെ പത്മരാജൻ കുറ്റക്കാരനാണ് എന്ന് തലശ്ശേരി പോക്സോ അതിവേഗ കോടതി ജഡ്ജി ജലജ റാണി കണ്ടെത്തി. ബലാത്സംഗം, പോക്സോ എന്നിവ തെളിഞ്ഞതായി കോടതി കണ്ടെത്തി. 376 AB ബലാത്സംഗം, പോക്സോ ആക്ട് പ്രകാരം ജീവപര്യന്തവും വധശിക്ഷയും ലഭിക്കാവുന്ന കുറ്റമാണ് പ്രതി ചെയ്തത് എന്നും കോടതി നിരീക്ഷിച്ചു. ന്യൂസ് 18 കണ്ണൂർ. വാട്സാപ്പിലൂടെ പരിചയപ്പെട്ട കാമുകിയെ ആദ്യമായി കാണാനെത്തുന്ന കാമുകന്റെ ത്രില്ലൊന്ന് ചിന്തിച്ചു നോക്കുകയും ഒരിക്കൽ പോലും നേരിൽ കണ്ടിട്ടില്ലാത്തതിനാൽ അവൻ്റെ ഉള്ളിൽ വലിയ ആകാംക്ഷയായിരുന്നു. സുന്ദരിയായ കാമുകിയെ കാണാൻ അയാൾ ദിവസങ്ങൾ എണ്ണി കാത്തിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ഷോപ്പിംഗ് മാളിൽ കാമുകി ആ യുവാവിനെ കാണാനെത്തി. അതോടെ അവൻ്റെ മനസ്സിലെ കണക്കുകൂട്ടലെല്ലാം തെറ്റി. എങ്കിലും കാമുകിക്കൊപ്പം അയാൾ ചിക്കൻ ബിരിയാണിയും ഐസ്ക്രീമും കഴിച്ചു. പിന്നീട് ടോയ്ലറ്റിൽ പോയി മടങ്ങിയെത്തിയപ്പോൾ കാമുകിയെ കാണാനില്ല. അവൻ്റെ സ്കൂട്ടറും മൊബൈൽ ഫോണുമായി യുവതി കടന്നു കളഞ്ഞു. ഇനിയാണ് ആ ലവ് സ്റ്റോറിയുടെ ക്ലൈമാക്സ്. കാമുകൻ്റെ സ്കൂട്ടർ മോഷ്ടിച്ച് മുങ്ങിയ യുവതിയും അവളുടെ യഥാർത്ഥ കാമുകനും പിടിയിലായിരിക്കുന്നു. എളമക്കര സ്വദേശിനി അപർണയെയും മുളന്തുരുത്തി സ്വദേശി സോജനെയും കളമശ്ശേരി പോലീസ് അതിവിദഗ്ധമായാണ് അറസ്റ്റ് ചെയ്തത്. സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട കാമുകനെ കബളിപ്പിച്ച് സ്കൂട്ടർ തട്ടിയെടുത്ത കേസിൽ എളമക്കര സ്വദേശിനി അപർണയും ഇവരുടെ ആൺസുഹൃത്ത് മുളന്തുരുത്തി സ്വദേശി സോജനുമാണ് അറസ്റ്റിലായത്. എറണാകുളം കൈപ്പട്ടൂർ സ്വദേശിയായ 24 വയസ്സുള്ള യുവാവിന്റെ പുതിയ സ്കൂട്ടറാണ് മോഷ്ടിക്കപ്പെട്ടത്. 1 മാസം നീണ്ടുനിന്ന വാട്സാപ്പ് ചാറ്റിംഗിനൊടുവിൽ പ്രണയത്തിലായ ഇരുവരും ആദ്യമായി നേരിൽ കാണാൻ തീരുമാനിക്കുകയായിരുന്നു. ഫോട്ടോകൾ പോലും കൈമാറാതെയാണ് ഇരുവരും ചാറ്റ് ചെയ്തിരുന്നത്. മാളിലെ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് നേരിൽ കണ്ടതിനു ശേഷം യുവതിയുടെ നിർബന്ധപ്രകാരം യുവാവ് സ്കൂട്ടർ അല്പം മാറ്റി നിർത്തുകയായിരുന്നു. യുവതിക്ക് തന്നെക്കാൾ പ്രായമുണ്ടെന്ന് യുവാവ് അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. തുടർന്ന് ഇരുവരും ഫുഡ് കോർട്ടിൽ കയറി യുവാവിന്റെ ചെലവിൽ ബിരിയാണിയും ജ്യൂസും കഴിച്ചു. ഭക്ഷണം കഴിച്ചതിന് ശേഷം യുവാവ് കൈ കഴുകാൻ പോയ തക്കത്തിന് യുവതി സ്കൂട്ടറിന്റെ താക്കോലുമായി കടന്നു കളയുകയായിരുന്നു. തിരിച്ചെത്തിയപ്പോൾ യുവതിയെയും സ്കൂട്ടറിനെയും കാണാതായതോടെ യുവാവിന് ചതി പറ്റിയെന്ന് മനസ്സിലായി. മാളിൽ പലയിടത്തും തിരഞ്ഞെങ്കിലും യുവതിയെ കണ്ടെത്താനായില്ല. 3 മാസം മുൻപ് വാങ്ങിയ സ്കൂട്ടറുമായാണ് യുവതി കടന്നു കളഞ്ഞത്. ഇതോടൊപ്പം യുവാവിന്റെ മൊബൈൽ ഫോണും തട്ടിയെടുത്തിരുന്നു. ഫോണിലെ പാസ്വേഡ് മനസ്സിലാക്കിയ യുവതി അക്കൗണ്ടിൽ നിന്നും 950 രൂപ സ്വന്തം ഗൂഗിൾ പേ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. പിന്നീട് യുവാവ് ബസ്സിൽ കയറിയാണ് വീട്ടിലെത്തിയത്. പിറ്റേ ദിവസം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കേസിലെ പ്രതികളായ യുവതിയും ആൺസുഹൃത്തും സ്കൂട്ടറുമായി സ്ഥലം വിടുകയും തുടർന്ന് കോയമ്പത്തൂർ, മൈസൂർ എന്നിവിടങ്ങളിലായി കറങ്ങി നടന്ന ശേഷം പാലക്കാട് എത്തിയപ്പോൾ സ്കൂട്ടർ കേടായി. പിന്നെ സ്കൂട്ടറിന്റെ നമ്പർ പ്ലേറ്റുകൾ, ബാറ്ററി എന്നിവ അഴിച്ചുമാറ്റിയ ശേഷം സ്കൂട്ടർ ഉപേക്ഷിച്ച മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത ഇവർ കടന്നു കളഞ്ഞു. ഇതിനിടെ പ്രതികൾക്ക് വേണ്ടി CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച കളമശ്ശേരി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. അങ്ങനെ നടത്തിയ അന്വേഷണത്തിൽ മുളന്തുരുത്തിയിൽ നിന്നാണ് രണ്ടുപേരും അറസ്റ്റിലായത്. കളമശ്ശേരി SHO T ദിലീപിന്റെ നേതൃത്വത്തിൽ SIമാരായ നവീൻ, ഷമീർ, പോലീസ് ഉദ്യോഗസ്ഥരായ പ്രദീപ്, ധന്യശ്രീ, മാഹീൻ, വിനു എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് 18 കൊച്ചി. തീവ്രവാദ കേസ് പ്രതികളും കൊടും കുറ്റവാളികളും ഉൾപ്പെടെ കഴിയുന്ന വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിൽ. അവിടെ ജയിൽ ഉദ്യോഗസ്ഥനെ തടവുകാർ മർദ്ദിച്ചെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ? എന്നാൽ കഴിഞ്ഞ ദിവസം വിയ്യൂരിലെ ജയിലിൽ ഉദ്യോഗസ്ഥനെ തടവുകാർ മർദ്ദിച്ചെന്ന സംഭവം ഏറെ ചർച്ചയായിരുന്നു. എന്നാൽ ആ വാർത്ത കള്ളക്കഥയെന്നാണ് ജസ്റ്റിസ് ഫോർ പ്രിസണേഴ്സിന്റെ ആരോപണം. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അഭിനവിനെയും NIA തടവുകാരൻ മുഹമ്മദ് അസറുദ്ദീനും ചേർന്ന് ആക്രമിച്ചെന്ന പരാതിക്കെതിരെയാണ് സംഘടന രംഗത്ത് വന്നത്. മനോജിനെയും അസറുദ്ദീനെയും ക്രൂരമായി മർദ്ദിച്ച ഉദ്യോഗസ്ഥർ അവർക്ക് ചികിത്സ നൽകാൻ തയ്യാറായില്ലെന്നും ആരോപണമുണ്ട്. സമയം കഴിഞ്ഞിട്ടും സെല്ലിൽ കയറാത്ത തടവുകാരോട് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അഭിനവ് സെല്ലിൽ കയറാൻ ആവശ്യപ്പെട്ടപ്പോൾ പ്രകോപിതരായെന്നും
മനോജും അസറുദ്ദീനും ചേർന്ന് മർദ്ദിച്ചെന്നുമായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വിവരം. അഭിനവിനെ ആക്രമിക്കുന്നത് കണ്ട് മറ്റൊരു തടവുകാരൻ ഓടിയെത്തിയെന്നും ആക്രമണം തടയാൻ ശ്രമിച്ച അയാൾക്കും മർദ്ദനമേറ്റുവെന്നും ജയിലധികൃതർ അറിയിച്ചിരുന്നു. ഇരുവരെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പരിക്കുകൾ സാരമുള്ളതല്ലെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു. ഇതിനെതിരെയാണ് ജസ്റ്റിസ് ഫോർ പ്രിസണേഴ്സ് രംഗത്ത് വന്നത്. തടവുകാർക്ക് നേരെ അസഭ്യവർഷം നടത്തിയ ഉദ്യോഗസ്ഥർ 1.5 മണിക്കൂറോളം ഇരുവരെയും മർദ്ദിക്കുകയായിരുന്നു. വിവരം പുറത്തുവരാതിരിക്കാനാണ് വ്യാജ വാർത്ത നൽകിയത്. ക്രൂരമർദ്ദനം നേരിട്ട മനോജിനും അസറുദ്ദീനും ജയിൽ വകുപ്പ് ചികിത്സ നിഷേധിച്ചു. അവശ്യനിലയിലായ ഇരുവരെയും അതീവ രഹസ്യമായി മണിക്കൂറുകൾക്കകം ജയിൽ മാറ്റിയെന്നും സംഘടനാ ചെയർപേഴ്സൺ ഷൈന രൂപേഷ് പറയുന്നു. തടവുകാരനോട് വളരെ അസഭ്യമായിട്ടുള്ള ഭാഷയിൽ തെറി വിളിച്ചിട്ട് കാർഡ എന്നുള്ള തരത്തിൽ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, എന്നെ തെറി വിളിക്കരുത്, നിങ്ങൾക്ക് ഒന്നുകിൽ എൻ്റെ നമ്പർ വിളിക്കുക അല്ലെങ്കിൽ എൻ്റെ പേര് വിളിക്കുക, അങ്ങനെയാണ് സാറ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അയാൾ കൂടുതൽ തെറി പറയുകയും ഭയങ്കര പ്രകോപിതനാവുകയും ചെയ്തു. അപ്പോൾ ഈ ബഹളം കേട്ടിട്ട് എന്താണെന്ന് തൊട്ടടുത്ത സെല്ലിലുണ്ടായിരുന്ന മനോജ് വന്ന് അന്വേഷിക്കുകയാണ് ചെയ്തത്. അപ്പോൾ മനോജിനോട് ഇയാൾ വീണ്ടും മനോജിനോട് ഭയങ്കര അസഭ്യം പറഞ്ഞു. മനോജിൻ്റെ അമ്മയ്ക്കൊക്കെ വിളിച്ചു മോശമായിട്ടുള്ള ഭാഷയിൽ സംസാരിച്ചു. അപ്പോൾ മനോജ് നിങ്ങളിങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ പ്രതികരണമായിട്ട് ഇയാൾ മനോജിൻ്റെ മുഖത്തടിച്ചപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഉന്തലും അങ്ങനെ ഉണ്ടായി. ഇരുവർക്കും ചികിത്സ നൽകണമെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സംഘടന. ന്യൂസ് 18 തൃശൂർ. പോലീസുകാർ വാഹന പരിശോധനയ്ക്ക് ഇറങ്ങുമ്പോൾ സാധാരണക്കാരായ ആളുകളെ ചിലപ്പോൾ കൊള്ളയടിക്കാറുണ്ട്. ചെറിയ പിഴവുകൾക്ക് പോലും വലിയ പിഴ ഈടാക്കും. അതുമാത്രമല്ല, പോലീസുകാരുടെ വായിൽ നിന്ന് നല്ല പുളിച്ച തെറിയും കേൾക്കേണ്ട ഗതികേടാണ് മലയാളികൾക്ക്. എന്നാൽ ഗതാഗത നിയമലംഘനങ്ങൾക്ക് പിഴയായി ലഭിക്കുന്ന തുക ചില പോലീസുകാർ സ്വന്തം കീശയിലേക്ക് മാറ്റാറുണ്ട്. ഇങ്ങനെ പിഴത്തുക തട്ടിയെടുത്ത പോലീസ് ഉദ്യോഗസ്ഥന് പണി കിട്ടിയ ഒരു കഥയിലേക്കാണ്. തിരുവനന്തപുരം കരമന സ്റ്റേഷനിലെ റൈറ്റർ ഷിജി വിൻസറിനെ സിറ്റി പോലീസ് കമ്മീഷണർ സസ്പെൻഡ് ചെയ്തു. ഇയാൾ പണം മാറ്റുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. കേരള പോലീസിന് നാണക്കേടായി മാറുകയാണ് പെറ്റിത്തുക മോഷണം. കരമന പോലീസ് സ്റ്റേഷനിൽ 3.5 വർഷം സ്റ്റേഷൻ റൈറ്ററായി ജോലി ചെയ്ത ഉദ്യോഗസ്ഥനാണ് പണം തട്ടിയത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ സഹിതം ലഭിച്ചതോടെയാണ് നടപടിക്ക് നിർബന്ധിതമായത്. ഗതാഗത നിയമലംഘനങ്ങൾക്ക് ഈടാക്കിയ പെറ്റിത്തുക ട്രഷറിയിൽ അടച്ചതിൽ കുറവ് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് റൈറ്ററുടെ ഇടപാടുകൾ പരിശോധിച്ചത്. 6 മാസത്തെ ഇടപാടുകളെക്കുറിച്ചുള്ള തട്ടിപ്പാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിനു മുമ്പും ഇത്തരത്തിൽ ഇയാൾ പണം തട്ടിയിട്ടുണ്ടെന്നാണ് ആരോപണം. 3 മാസം മുമ്പ് മൂവാറ്റുപുഴ ട്രാഫിക് പോലീസ് സ്റ്റേഷനിലെ വനിതാ CPO ഇത്തരത്തിൽ പണം തട്ടിയതിന് സസ്പെൻഷനിലായിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ജനപ്രതിനിധികൾ പൊതുജനങ്ങൾക്ക് സഹായവും സംരക്ഷണവും നൽകേണ്ടവരാണ്. എന്നാൽ സാധാരണക്കാരായ ആളുകൾക്ക് നേരെ ഗുണ്ടായിസം കാണിക്കുന്ന രാഷ്ട്രീയ നേതാക്കളുണ്ട് നമ്മുടെ നാട്ടിൽ. പാലക്കാട് മണ്ണാർക്കാട് നിന്നുള്ള ഒരു ദൃശ്യം അല്പം ഭയപ്പെടുത്തുന്നതാണ്. മണ്ണാർക്കാട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റിലെ ജീവനക്കാരനെ പഞ്ചായത്ത് അംഗം പൊതുസ്ഥലത്ത് വെച്ച് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. കേസിൽ കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് അംഗം സതീശനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ണാർക്കാട് യൂണിറ്റിലെ ജീവനക്കാരനായ ഭീമനാട് ഓട്ടുകവളത്തിൽ ഹരിദാസൻ പദമായ സംഭവം. ഹരിദാസനോട് കയർക്കുകയും അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തു. റോഡരികിലെ ബാരിക്കേഡിനോട് ചേർത്ത് പിടിച്ച് കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ചു. പരിക്കേറ്റ ഹരിദാസൻ മണ്ണാർക്കാട് പോലീസിൽ പരാതി നൽകി. പരാതിയിൽ കേസെടുത്ത പോലീസ് ഹരിദാസനെ കയ്യേറ്റം ചെയ്തതിന്റെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. തുടർന്നാണ് പഞ്ചായത്ത് അംഗത്തെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസ് നടപടിയെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്വാഗതം ചെയ്തു. യൂണിയൻ സ്റ്റേഷനറി എന്ന സ്ഥാപനം നിൽക്കുന്ന കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ ഓണറായ ജോൺസേട്ടൻ വണ്ടി കയറ്റാൻ ശ്രമിക്കുമ്പോൾ അവിടെ മാർഗതടസ്സം സൃഷ്ടിച്ച് വെച്ചിരുന്ന ഒരു ബൈക്ക് ഈ ഹരിദാസൻ ഒന്ന് മാറ്റി വെക്കാൻ ശ്രമിച്ചതിൻ്റെ ഒരു പ്രതികാര ബുദ്ധി കാണിച്ചുകൊണ്ടാണ് ഇവർ അക്രമം അഴിച്ചുവിട്ടത്. അവർ മദ്യപന്മാരായിരുന്നു എന്ന് പറയപ്പെടുന്നു. എന്തായാലും വളരെ മാരകമായ രീതിയിൽ ഒരു കൊലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങളെല്ലാം ആ വീഡിയോ കണ്ടിരിക്കും. വളരെ മോശമായ രീതിയിൽ ആദ്യം തള്ളുകയും പിന്നീട് ആ ബാരിക്കേഡിൽ വെച്ച് അദ്ദേഹത്തെ ഞെരിക്കുകയും മുഖത്ത് ഇടിക്കുകയൊക്കെ ചെയ്തു. നല്ല പരിക്കാണ്. ഇപ്പോഴും അദ്ദേഹത്തിന് കഴുത്തൊന്നും അനക്കാൻ വയ്യാത്തൊരു സ്ഥിതിയിലാണ്. എന്നാലും ഹോസ്പിറ്റലൈസ്ഡ് ആവേണ്ടതായിരുന്നു.
എന്തായാലും ഒരു വലിയ രീതിയിലുള്ള അക്രമം തന്നെയാണ് അവിടെ നടത്തിയത്. പിന്നെ ആ ഭാഗങ്ങളിൽ കൂടെ പിന്നെ പല സമയത്തും ഇത്തരം അക്രമങ്ങൾ വഴിപോക്കരെ അടക്കം പലരും ആക്രമിക്കുന്ന അവസ്ഥയുണ്ട്. കഴിയുമെങ്കിൽ ആ ബീവറേജസ് കോർപ്പറേഷൻ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങളും കൂടി ഇതിൻ്റെ ഭാഗമായി ഉണ്ടാവണമെന്നാണ് പറയാനുള്ളത്. ന്യൂസ് 18 പാലക്കാട്. പത്തനംതിട്ട കിടങ്ങന്നൂരിലെ 70 വയസ്സുള്ള ചേട്ടൻ പതിവായി ബാങ്കിലെത്താറുണ്ട്. മക്കൾ വിദേശത്ത് നിന്ന് അയച്ചു കൊടുക്കുന്ന പണം അതാത് മാസങ്ങളിലെ ചിലവിന് വേണ്ടി എടുക്കും. ഇത് ബാങ്ക് ഉദ്യോഗസ്ഥർക്കും അറിവുള്ള കാര്യമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം 45 ലക്ഷം രൂപ പിൻവലിക്കാൻ വേണ്ടിയാണ് ആ വയോധികൻ ബാങ്കിലെത്തിയത്. തിടുക്കത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടപ്പോൾ തന്നെ ബാങ്ക് ജീവനക്കാർക്ക് എന്തോ സംശയം തോന്നി. ആകെ ആശങ്കയും പരിഭ്രാന്തിയും. കാര്യം തിരക്കിയപ്പോൾ മുംബൈയിൽ കുറച്ച് സ്ഥലം വാങ്ങാൻ വേണ്ടി പണം ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് വിശദമായി ചോദിച്ചപ്പോഴാണ് വലിയൊരു സൈബർ തട്ടിപ്പിൻ്റെ ചുരുളഴിഞ്ഞത്. ഈ 70-കാരനെ വെർച്വൽ അറസ്റ്റ് ചെയ്ത് പണം തട്ടാനുള്ള നീക്കമാണ് ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ഇടപെടലിലൂടെ പൊളിഞ്ഞത്. സംഭവത്തിൽ സൈബർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ 10-ന് ബാങ്കിലെത്തിയ ഇടപാടുകാരൻ 45 ലക്ഷം രൂപ സേവിംഗ്സ് അക്കൗണ്ടിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടു. വീട് പണിക്ക് വേണ്ടിയാണെന്നും പറഞ്ഞു. ഇത്രയും തുക എന്തിന് പെട്ടെന്ന് മാറ്റണമെന്ന സംശയം ബാങ്ക് ജീവനക്കാർക്ക് തോന്നി. എന്നിട്ടും പണം സേവിംഗ്സ് അക്കൗണ്ടിലേക്ക് മാറ്റി. പിന്നീട് അദ്ദേഹം വീട്ടിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് വീണ്ടും ബാങ്കിലെത്തി. മുംബൈയിലുള്ള അമിക്കോ മറൈൻ സർവീസ് എന്ന പേരിലുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകി. നേരത്തെ മാറ്റിയ 45 ലക്ഷം രൂപ ഇതിലേക്ക് അയക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും മുഖത്ത് പരിഭ്രാന്തി കൂടിയിരുന്നു. ബാങ്ക് അധികൃതരുടെ സംശയം കൂടി. വീണ്ടും ചോദിച്ചപ്പോൾ മുംബൈയിൽ സ്ഥലം വാങ്ങാനാണെന്ന് പറഞ്ഞതോടെ സംശയം ഇരട്ടിയായി. ബാങ്ക് അധികൃതർ പണം അയക്കാൻ മടിച്ചതോടെ 70-കാരൻ വീണ്ടും വീട്ടിലേക്ക് പോയി. ഈ സമയത്ത് ഇദ്ദേഹത്തിന്റെ ഭാര്യയും വീട്ടിലെത്തി. മകനെ കേസിൽ കൊടുക്കാതിരിക്കാൻ പണം നൽകണമെന്ന സംഘത്തിന്റെ ആവശ്യം ഭാര്യയെ ധരിപ്പിച്ചു. ഇതോടെ ഭാര്യയും ഭർത്താവും ബാങ്കിലെത്തി ബ്രാഞ്ച് മാനേജർ വിനീതയോടും മറ്റു ജീവനക്കാരോടും വിവരം പറഞ്ഞു. സൈബർ തട്ടിപ്പാകാം ഇതെന്ന് ജീവനക്കാർ മനസ്സിലാക്കി. തുടർന്ന് വിവരങ്ങൾ സൈബർ സെല്ലിന് കൈമാറുകയായിരുന്നു. കിടങ്ങന്നൂരിലെ കേരള ബാങ്കിൽ നിന്ന് ഇദ്ദേഹം 19 ലക്ഷം പിൻവലിച്ചിരുന്നു. പിൻവലിച്ച പണം മറ്റൊരു ബാങ്കിലിട്ട ശേഷം തട്ടിപ്പ് സംഘത്തിന് അയച്ചു കൊടുക്കാനായിരുന്നു നിർദ്ദേശം. എന്നാൽ ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം കേരള ബാങ്കിൽ നിന്ന് പണം നൽകാൻ താമസം നേരിട്ടു. ഇതിനാൽ ഈ പണം തട്ടിപ്പ് സംഘം നിർദ്ദേശിച്ച ബാങ്കിൽ നിക്ഷേപിക്കാൻ സാധിച്ചില്ല. സംഭവത്തിൽ സൈബർ പോലീസും ആറന്മുള പോലീസും അന്വേഷണം നടത്തുന്നുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. ഡൽഹി സ്ഫോടന കേസിൽ പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. ഫരീദാബാദിലെ ഡോക്ടർ പദ്ധതിയിട്ടത് 32 വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സ്ഫോടന പരമ്പരയ്ക്കാണ്. ഇതിനു വേണ്ടി 20 ലക്ഷം രൂപ സ്വരൂപിച്ചിരുന്നതായി ഇന്റലിജൻസ് വൃത്തങ്ങൾ. സംഘത്തിലെ മറ്റൊരു കണ്ണി എന്ന് സംശയിക്കുന്ന ഡോക്ടർ ഫറൂഖ് അഹമ്മദിനെ ഉത്തർപ്രദേശിലെ ആശുപത്രിയിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഡോക്ടർമാർക്ക് അമോണിയം നൈട്രേറ്റ് ലൈസൻസ് ഇല്ലാതെ വിറ്റ ഹരിയാന സ്വദേശിയും അറസ്റ്റിലായി. ഇതിനിടെ മുഖ്യ കണ്ണി ഡോക്ടർ ഉമർ നബിയുടെ പുൽവാമയിലെ വീട് സുരക്ഷാ സേന തകർത്തു. ഫരീദാബാദ് ഡോക്ടർ സംഘത്തിൻ്റെ പദ്ധതി അത് എത്രമാത്രം വലുതും അപകടം പിടിച്ചതുമാണ് എന്നതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ തെളിവുകളാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും 32 വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വടക്കേ ഇന്ത്യയിലുള്ള പല നഗരങ്ങളിലും സ്ഫോടന പരമ്പര തന്നെ നടത്താനായിട്ട് അവർ പദ്ധതിയിട്ടിരുന്നു. ഡിസംബർ 6-ാം തീയതി ബാബരി മസ്ജിദ് തകർത്ത ദിവസമാണ് ഇവർ ഈ പദ്ധതിക്ക് വേണ്ടി ആസൂത്രണം ചെയ്തതെന്ന് നേരത്തെ തന്നെ തെളിവുകൾ വന്നിരുന്നു. ഇന്ന് 32 വാഹനങ്ങൾ ഇവർ ഇതിനായിട്ട് സജ്ജീകരിച്ചിരുന്നതായിട്ടാണ് ഇപ്പോൾ
ഇന്റലിജൻസ് ബ്യൂറോ വ്യക്തമാക്കുന്ന ഒരു സുപ്രധാനമായിട്ടുള്ള വിവരമെന്ന് പറയുന്നത്. ഇതിനായി 20 ലക്ഷം രൂപയും ഇവർ തരപ്പെടുത്തിയിരുന്നു. ഇവർക്ക് ഈ പണം ലഭിച്ചത് അത് എവിടെ നിന്നാണ്? വിദേശ ഫണ്ടുകൾ ഇന്ത്യയിലേക്ക് പണം ഒഴുക്കിയിരുന്നോ ഇന്ത്യയിലെ തീവ്രവാദം വളർത്താനായിട്ട്? ഇതെല്ലാം ഇനി ഉത്തരം കണ്ടുപിടിക്കേണ്ട ചോദ്യങ്ങൾ തന്നെയാണ്. പ്രധാനമായിട്ടും ഇപ്പോൾ അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുള്ളത് 4 വാഹനങ്ങളെ പറ്റിയിട്ടാണ്. ഒന്ന് ഈ സ്ഫോടനത്തിൽ തകർന്ന i20 വാഹനം, അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഫരീദാബാദിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള റെഡ്ഫോർഡ് എക്കോസ്പോർട്ട് എന്ന് പറയുന്ന വാഹനം. അതുമാത്രമല്ല ഇപ്പോൾ ഒരു മാരുതി ബ്രസ ഇന്നത്തെ ദിവസം അൽഫല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്വിഫ്റ്റ് ഡിസയർ കാർ, ഇതും ഈ ഡോക്ടർമാരുടെ സംഘം വാങ്ങിയിട്ടുണ്ട് എന്നതിനെ പറ്റിയിട്ട് പോലീസിന് തെളിവ് ലഭിച്ചിട്ടുണ്ട്. ഈ സ്വിഫ്റ്റ് ഡിസയറിനായിട്ടുള്ള അന്വേഷണത്തിലാണ്, ഈ മാരുതി ഈ ബ്രസയ്ക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലായിരുന്നു. അതിപ്പോൾ നിലവിൽ അൽഫല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ അൽഫല യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് വളരെ ഒരു കുപ്രചരണങ്ങൾ നേടി ഈ ഒരു അന്വേഷണത്തിൽ തന്നെ നിരവധി ഡോക്ടർമാർ ഇവിടെ നിന്ന് തന്നെയാണ് കണ്ടുമുട്ടിയത്, ഇവിടെ നിന്ന് തന്നെയാണ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാഥമിക ഗൂഢാലോചന ഉൾപ്പെടെ നടന്നത് എന്നതിനെ സംബന്ധിച്ച് തെളിവുകൾ വന്നിരിക്കുകയാണ്. ഇത്ര കുപ്രസിദ്ധി നേടിയതുകൊണ്ട് തന്നെ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് അൽഫല യൂണിവേഴ്സിറ്റിയുടെ ലൈസൻസ് നിലവിൽ റദ്ദാക്കിയിട്ടുണ്ട്. ഇനിയൊരു അന്വേഷണം നടത്തിയതിന് ശേഷം മാത്രമേ ഇവിടെയുള്ള പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം ലഭിക്കുകയുള്ളൂ. മാത്രമല്ല NIA അൽഫല യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ച് ഒരു താൽക്കാലിക അന്വേഷണ ക്യാമ്പ് അത് സെറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഈ ക്യാമ്പ് വഴിയായിരിക്കും ഇനി ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അന്വേഷണങ്ങളും നടത്തുക. മാത്രമല്ല ഇന്ന് ഈ ഡൽഹി സ്ഫോടന കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഉത്തർപ്രദേശിലുള്ള GS മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഈ അറസ്റ്റ്. ഡോക്ടർ ഫറൂഖ് അഹമ്മദിനെയാണ് ഇന്നത്തെ ദിവസം അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹം അവിടെ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. ഇയാളുടെ അറസ്റ്റ് നിലവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയാൾക്ക് ഈ നേരത്തെ അറസ്റ്റിലായ ഡോക്ടർമാരുമായിട്ടും അതുപോലെ തന്നെ കൊല്ലപ്പെട്ടിട്ടുള്ള ഉമർ നബിയുമായിട്ടും നേരിട്ട് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്നലെ അറസ്റ്റിലായിട്ടുള്ള ഇപ്പോൾ മുഹമ്മദ് ആരിഫ് എന്ന് പറയുന്ന വ്യക്തി, ഇയാൾക്കും ഈ ഡോക്ടർമാരുടെ സംഘവുമായിട്ട് പ്രത്യേക ബന്ധമുണ്ടായിരുന്നു. പ്രധാനമായിട്ടും ഷഹീൻ ഷാഹിദ് എന്ന് പറയുന്ന വനിതാ ഡോക്ടർ, ഇവരുമായിട്ടായിരുന്നു ഇദ്ദേഹം ഈ മുഹമ്മദ് ആരിഫ് എന്ന് പറയുന്ന വ്യക്തി സ്ഥിരമായിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നത്. ഇയാൾ അവിടെയുള്ള ഒരു MD വിദ്യാർത്ഥിയാണ്. കാൺപൂർ മെഡിക്കൽ കോളേജിലാണ് ഇയാൾ പഠിച്ചിരുന്നത്. അവിടെയുള്ള MD വിദ്യാർത്ഥിയായിരുന്നു. ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ചുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പ്രധാനമായിട്ടും നേതൃത്വം നൽകിയിട്ടുള്ളത് ഈ മുഹമ്മദ് ആരിഫാണ് എന്നതിനെ സംബന്ധിച്ച് പോലീസിന് വിശദമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് കേന്ദ്ര മന്ത്രാലയം ഒരു സർവകക്ഷി യോഗം വിളിക്കാനായിട്ട് ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. എല്ലാ പാർട്ടികളും ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കണം. അതുമാത്രമല്ല എല്ലാ അന്വേഷണ ഏജൻസികളും NIA, അതുപോലെ തന്നെ കശ്മീർ പോലീസ്, അതുപോലെ ഡൽഹി പോലീസ് എന്ന് തുടങ്ങി ഈ അന്വേഷണം നടത്തുന്ന എല്ലാവരും ഒന്നിച്ച് ചേർന്നിട്ടുള്ള ഒരു സംയുക്ത റിവ്യൂ മീറ്റിംഗ് ഈ ഒരു സർവകക്ഷി യോഗവുമായിട്ട് ബന്ധപ്പെട്ട് നടത്താനും പദ്ധതി ഇടുന്നുണ്ട്. അതായത് വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇവർ ഓപ്പറേഷനുകൾ നടത്തിയിരുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ ഇവർ ബ്ലാസ്റ്റിന് പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ ഈ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് സുരക്ഷ ശക്തമാക്കാനാണ് നിലവിൽ ആലോചിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ഈ ചാവേർ ബോംബായിട്ടുള്ള ഉമർ നബിയുടെ വീട് അത് IED ഉപയോഗിച്ചുകൊണ്ട് സുരക്ഷാ സേന നിലവിൽ തകർത്തിട്ടുണ്ട്. കശ്മീരിൽ പുൽവാമയിലുണ്ടായിരുന്ന ഇയാളുടെ വീടാണ് ഇത്തരത്തിൽ തകർത്തിട്ടുള്ളത്. മാത്രമല്ല ഇന്ന് അമിത്ഷാ ഒരു ഉന്നതതല സെക്യൂരിറ്റി മീറ്റിംഗ് വിളിച്ചിരുന്നു. ഇതിൽ പങ്കെടുത്തത് ഇന്റലിജൻസ് ബ്യൂറോ ചീഫായിട്ടുള്ള തപൻ കുമാർ ദേഖയാണ്. അതുപോലെ തന്നെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായിട്ടുള്ള അജിത് ഡോവൽ പങ്കെടുത്തിട്ടുണ്ട്. യൂണിയൻ ഹോം സെക്രട്ടറി ഗോവിന്ദ് മോഹനും ഉൾപ്പെടെ പങ്കെടുത്ത ഒരു ഉന്നതതല സെക്യൂരിറ്റി റിവ്യൂ മീറ്റിംഗ് ഇന്ന് അമിത്ഷായുടെ ഭവനത്തിൽ കൂടിയിട്ടുണ്ട്. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ 500-ലധികം റെയ്ഡുകൾ നടത്തി 600-ലധികം പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണ സംഘം കണ്ടെത്തിയ വിവരങ്ങൾ തീർച്ചയായിട്ടും നിർണായകമാണ്. ഇനി കൂടുതൽ വിശദാംശങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഉൾപ്പെടെ ശേഖരിച്ച ശേഷം ഈ കണ്ണികളെ മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്യാനായിട്ടാണ് പദ്ധതിയിടുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേസ് അന്വേഷിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും എത്തുന്നു. സംസ്ഥാന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ രേഖകൾ ആവശ്യപ്പെട്ട് ED ഹൈക്കോടതിയെ സമീപിച്ചു. FIR-ന്റെയും അനുബന്ധ മൊഴികളുടെയും പകർപ്പാണ് തേടിയിരിക്കുന്നത്.
അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം സെക്രട്ടറിയും തിരുവാഭരണം കമ്മീഷണറുമായിരുന്ന എസ് ജയശ്രീയുടെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. ചൊവ്വാഴ്ച വരെയാണ് അറസ്റ്റിന് വിലക്ക്. ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ചൊവ്വാഴ്ച ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സംസ്ഥാന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ രേഖകൾ ആവശ്യപ്പെട്ടാണ് ഇഡി ഹൈക്കോടതിയെ സമീപിച്ചത്. കേസെടുക്കുന്നതിന് മുന്നോടിയായാണ് എഫ്ഐആറുകളുടെ പകർപ്പ് ആവശ്യപ്പെട്ട് ഇഡി കോടതിയെ സമീപിച്ചത്. ഈ ആവശ്യമുന്നയിച്ച് റാന്നി കോടതിയിൽ നൽകിയ അപേക്ഷ തള്ളിയതോടെയാണ് കേന്ദ്ര ഏജൻസി ഹൈക്കോടതിയിലെത്തിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കള്ളപ്പണ ഇടപാട് നടന്നതായി സംശയിക്കുന്നുവെന്നും വിശദമായ അന്വേഷണത്തിന് കേസുകളുടെ രേഖകളും വിശദാംശങ്ങളും വേണമെന്നുമാണ് ആവശ്യം. സ്വർണ്ണക്കൊള്ളയിലെ കള്ളപ്പണ ഇടപാട് പരിശോധിക്കുമെന്ന് ഇഡി വൃത്തങ്ങൾ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ വിവരങ്ങൾ തേടി നേരത്തെ റാന്നി കോടതിയെയും ഇഡി സമീപിച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് ഇത് സംബന്ധിച്ച് ഹർജി റാന്നി കോടതിയിൽ സമർപ്പിച്ചത്. എന്നാൽ റാന്നി കോടതി ഈ ആവശ്യം തള്ളിയിരുന്നു. റാന്നി കോടതിയുടെ നടപടി ചോദ്യം ചെയ്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇഡിയുടെ ഹർജി ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കുമെന്നാണ് വിവരം. അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം സെക്രട്ടറിയും തിരുവാഭരണ കമ്മീഷണറുമായിരുന്ന എസ് ജയശ്രീയുടെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. ചൊവ്വാഴ്ച വരെയാണ് അറസ്റ്റിന് വിലക്ക്. ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ചൊവ്വാഴ്ച ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ജയശ്രീയുടെ മുൻകൂർ ജാമ്യ ഹർജി തള്ളുകയായിരുന്നു. ദ്വാരപാലക പാളി കേസിൽ 4ാം പ്രതിയാണ് ജയശ്രീ. മിനിറ്റ്സ് തിരുത്തി 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജയശ്രീ സ്വർണ്ണപ്പാളികൾ കൈമാറിയെന്നാണ് SIT കണ്ടെത്തൽ. ബോർഡ് തീരുമാനം ഉത്തരവായി പുറപ്പെടുവിക്കുക മാത്രമാണ് ഉണ്ടായതെന്നും തെറ്റ് ചെയ്തിട്ടില്ലെന്നുമാണ് ജയശ്രീയുടെ വിശദീകരണം. 2017 ജൂലൈ മുതൽ 2019 ഡിസംബർ വരെ ജയശ്രീ ആയിരുന്നു ദേവസ്വം ബോർഡ് സെക്രട്ടറി. അതിനുശേഷം 2020 വിരമിക്കുന്നതുവരെ തിരുവാഭരണ കമ്മീഷണറായി പ്രവർത്തിച്ചു. ന്യൂസ് 18 കൊച്ചി. കൊച്ചി തേവര ഫെറിയിലെ ഫ്ളാറ്റിൽ നിന്ന് 1.25 കോടി രൂപയുടെ 2 ജോഡി വജ്രക്കമ്മലുകൾ മോഷ്ടിച്ച കേസാണ് പോലീസ് പെട്രോൾ ഇനി പരിശോധിക്കുന്നത്. 2 തവണയായി വജ്രക്കമ്മലുകൾ മോഷ്ടിച്ച കേസിൽ പ്രതി പിടിയിലായിരിക്കുന്നു. ഫ്ളാറ്റിന്റെ ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉപയോഗിച്ച് അതിവിദഗ്ധമായി പ്രതി നടത്തിയ മോഷണം പോലീസ് ഒരുക്കിയ കെണിയിലൂടെയാണ് പുറത്തുവന്നത്. കേസിൽ ആലപ്പുഴ കുത്തിയതോട് സ്വദേശി ഷാജിയെ എറണാകുളം സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരു ജോഡി വജ്രക്കമ്മൽ കിടപ്പുമുറിയിലെ അലമാരയിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് മോഷണം പോയത്. മോഷണ വിവരം ഉടമ അറിയുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞാണ്. ഇതോടെ പോലീസിൽ പരാതി നൽകി. അന്വേഷണം ആരംഭിച്ചെങ്കിലും വ്യക്തമായ തെളിവുകൾ ലഭിച്ചില്ല. ഫ്ളാറ്റിൽ സ്ഥിരമായി എത്തുന്നവരുടെ ഫോൺ വിളികൾ പരിശോധിച്ചു. സംശയമുള്ളവരെ പ്രത്യേകം നിരീക്ഷിക്കുകയും ചെയ്തു. ഷാജിയെ സംശയമുണ്ടായിരുന്നെങ്കിലും തെളിവുകളൊന്നും ലഭിച്ചില്ല. ഇതിനിടെ പോലീസ് രഹസ്യമായി ഫ്ളാറ്റിനുള്ളിൽ CCTV സ്ഥാപിച്ചു. മുൻപ് ഫ്ളാറ്റിൽ ആളില്ലാത്ത സമയത്താണ് മോഷണം നടന്നതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. അതേ സാഹചര്യം വീണ്ടും സൃഷ്ടിച്ച CCTV നിരീക്ഷിച്ചു. അതിനിടെ ഒക്ടോബറിൽ ഷാജി വീണ്ടും ഫ്ളാറ്റിലെത്തി. അലമാരയിൽ നിന്ന് 40 ലക്ഷം രൂപ വില വരുന്ന വജ്രക്കമ്മൽ മോഷണം നടത്തുന്നതിന്റെ ദൃശ്യവും പോലീസിന് ലഭിച്ചു. ഈ വിവരങ്ങളും CCTV തെളിവുകളും വെച്ച് ചോദ്യം ചെയ്തപ്പോൾ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു. മോഷണം നടന്ന ഫ്ളാറ്റിന്റെ ഉടമസ്ഥയുടെ അച്ഛന്റെ ഡ്രൈവറായി ജോലി ചെയ്തിരുന്നയാളാണ് പ്രതി. 6 മാസം മുൻപ് ഇയാളെ ജോലിയിൽ നിന്ന് മാറ്റിയിരുന്നു. അതിനിടെ പ്രതി ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ നിർമ്മിച്ചിരുന്നു. പ്രതിയിൽ നിന്ന് ഒരു ജോഡി കമ്മലും കണ്ടെടുത്തു. ന്യൂസ് 18 കൊച്ചി. പാലക്കാട് തിരുവേഗപ്പുറയിലെ മോഷ്ട പരമ്പരയിൽ ഊർജിത അന്വേഷണവുമായി കൊപ്പം പോലീസ്. നരിപ്പറമ്പ് ഗവൺമെന്റ് UP സ്കൂളിലും സമീപത്തെ പെട്രോൾ പമ്പിലും കഴിഞ്ഞ ദിവസമാണ് കവർച്ച നടന്നത്. CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചുകൊണ്ടാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. മോഷ്ട സംഘത്തിൽ കൂടുതൽ പേരുണ്ടെന്നാണ് സൂചന. തിരുവേഗപ്പുറയിൽ കഴിഞ്ഞ ദിവസം സ്കൂളിലും പെട്രോൾ പമ്പിലും കയറിയ കള്ളനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് കൊപ്പം പോലീസ്. അതിനായി പ്രദേശത്തെ CCTV ദൃശ്യങ്ങളെല്ലാം ശേഖരിച്ചു കഴിഞ്ഞു. ഫോറൻസിക് പരിശോധനയുടെ കൂടി അടിസ്ഥാനത്തിൽ ഒരാളാണോ കൂടുതൽ പേർ മോഷണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തും. നരിപ്പറമ്പ് ഗവൺമെന്റ് UP സ്കൂൾ,
സമീപത്തെ ഭാരത് പെട്രോൾ പമ്പ് എന്നിവിടങ്ങളിലാണ് ഓഫീസ് മുറികൾ കുത്തിത്തുറന്ന് മോഷണം നടന്നത്. സ്കൂളിന്റെ ഓഫീസ് ഷട്ടർ പൊളിച്ചാണ് കള്ളൻ അകത്തു കയറിയത്. ഓഫീസിലെ സാധനങ്ങളെല്ലാം വലിച്ചിട്ടിരുന്നു. റൂമിൽ സൂക്ഷിച്ചിരുന്ന 7000-ഓളം രൂപയാണ് നഷ്ടപ്പെട്ടത്. സ്കൂളിന്റെ തൊട്ടടുത്തുള്ള ഭാരത് പെട്രോൾ പമ്പിന്റെ ഓഫീസ് മുറിയുടെ പൂട്ട് തകർത്ത് മേശയിൽ സൂക്ഷിച്ചിരുന്ന പണവും പമ്പിലെ CCTVയുടെ DVR-ഉം ആണ് കവർന്നത്. ന്യൂസ് 18 പട്ടാമ്പി. ചെറിയ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് കള്ളപ്പണക്കടത്ത് സജീവമാകുന്നു. മലപ്പുറം വേങ്ങരയിൽ രേഖകളില്ലാതെ കടത്തിയ 1,25,00,000 രൂപ പോലീസ് പിടിച്ചെടുത്തു. കൊടുവള്ളി സ്വദേശികളായ അബ്ദുൾ റഹീം, മിൻഹാജ് എന്നിവർ അറസ്റ്റിലായിട്ടുണ്ട്. എന്നാൽ ഇവർ ആർക്കു വേണ്ടിയാണ് പണം കൊണ്ടുവന്നതെന്ന് വ്യക്തമായിട്ടില്ല. വേങ്ങര കൂരിയാട് അണ്ടർപാസിനടുത്ത് വച്ചാണ് കാറിന്റെ പിൻ സീറ്റിന്റെ ഡോർ പാഡിൽ ഒളിപ്പിച്ച നിലയിൽ 1,25,00,000 രൂപയുടെ കറൻസി നോട്ടുകൾ കണ്ടെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് കൊടുവള്ളി സ്വദേശികളായ കൈവേലിക്കാവ് അബ്ദുറഹീം, കുന്നുമേൽ മിൻഹാജ് എന്നിവരെ വേങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളിയാഴ്ച രാവിലെ 10 മണിയോടെയാണ് സംഭവം. ജില്ലാ പോലീസ് മേധാവി R. വിശ്വനാഥിന് രഹസ്യവിവരം കിട്ടിയതിനെ തുടർന്ന് മലപ്പുറം DYSP ബിജുവിന്റെ നിർദ്ദേശപ്രകാരം വേങ്ങര SHO V. അമീർ അലിയുടെ നേതൃത്വത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കാറിന്റെ പിൻസീറ്റിന്റെ ഡോർ പാഡിനകത്ത് ഒളിപ്പിച്ചു കടത്തുകയായിരുന്ന പണം പിടികൂടിയത്. പ്രതികൾ കൊടുവള്ളിയിൽ നിന്ന് തിരൂരിലേക്കാണ് പണം കടത്തിയിരുന്നത്. പരിശോധനയ്ക്ക് SHO അമീർ അലി V, സിവിൽ ഓഫീസർമാരായ സിറാജ്, ഷബീർ അലി, ലിബിൻ, PRO ഗണേശൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് 18 തിരൂർ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ടെൻഷനാ, ഉള്ളിലെന്തോ ഭാരമിരിക്കുന്നത് പോലെ. എന്നാൽ അതിൻ്റെ കാരണം എന്താണെന്നറിയില്ല. നമ്മളിൽ പലർക്കും ഇത്തരം അവസ്ഥ ഉണ്ടാകാറില്ല. പിന്നെ ഒരു ദിവസം മുഴുവൻ ടെൻഷൻ അടിച്ച് നടക്കും. ഒന്ന് ചിന്തിച്ചേ, കാരണം വളരെ നിസ്സാരമായിരുന്നു. ചിലപ്പോൾ കുടുംബാംഗങ്ങളുമായുള്ള വഴക്കോ, സുഹൃത്തുക്കളുമായുള്ള പ്രശ്നമോ, സാമ്പത്തിക ബാധ്യതയോ, അങ്ങനെ മനസ്സിലുള്ള സംഘർഷങ്ങളാണ് ടെൻഷന് കാരണം. എന്നാൽ ആകുലപ്പെട്ടതുകൊണ്ട് ആയുസ്സിൻ്റെ ദൈർഘ്യം അല്പമെങ്കിലും കൂട്ടാൻ കഴിയുന്നു. ഉള്ള കാലത്തോളം സന്തോഷത്തോടെ ജീവിക്കുക. നെഗറ്റീവ് ചിന്തകളെ മനസ്സിൽ നിന്നും അകറ്റുക. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.